അടുത്തെത്തി. പക്ഷെ നല്ല മഴ നന്നായിട്ട് ഷാറിലടിക്കുന്നുണ്ട്. കാണുന്നുണ്ടോ? അവരെന്ത് ചെയ്യും? അവരതോ എന്നെ വിട്ട് രേണുവിനെ ഇവിടെയൊക്കെ കണ്ടപ്പോൾ എന്നെ വേണ്ട. നല്ല തിരക്ക്, നല്ല മഴ. അവരെന്തേ? അയ്യോ, രേണുവിനെ കാണാനില്ല മക്കളെ. അവിടെ പോയി രേണു. ഫുഡ് കഴിക്കണം. ഫുഡ് എന്താ സംഭവം? എൻ്റെ അമ്മയെ എന്ത് തിരക്കാണെന്നറിയോ? ഇവിടെയാണ് ബാഗ്, ഫോണൊക്കെ വെക്കണത് കേട്ടോ. നീ ഒന്ന് നടക്ക് നോക്കട്ടെ. അവിടെ എന്താ സംഭവം? ഹലോ ചെല്ലക്കുട്ടീസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മുടെ രേണു ഭയങ്കര ഫൈറ്റ്. എന്താ ചോദിക്കും? 1, 2, 3 ടിക്കറ്റ്, ഇവിടുത്തെ ഹാഫ് ടിക്കറ്റ്, മൊത്തം 4. ഞങ്ങളങ്ങനെ പാലക്കാട് നിന്ന് കോയമ്പത്തൂർ ഇറങ്ങി. കോയമ്പത്തൂരില്ല, മധുക്കരൈ. അവിടെ നിന്ന് ഞങ്ങൾ നേരെ എന്താ പറയാ ഈഷ പോയിക്കൊണ്ടിരിക്കട്ടോ. മീനോ നിന്റെ തല കാണുന്നില്ല, ഒന്ന് കാണിക്കും. ഒന്ന് ആവാ തൂക്കൊന്ന് കൊന്നതായേ. അപ്പം നമ്മൾ നേരെ ഈശോ പോവാണ്. ഭയങ്കര ഡയലോഗ് അടിയായിരുന്നു കുറേ ആൾക്കാരൊക്കെ. ഇതാ വരുന്ന എവിടെ വേണമെങ്കിൽ പോകണ്ടോ. ലാസ്റ്റ് ഞങ്ങൾ റെഡ് ടാക്സ് ഇതാ നമുക്ക് ഉപയോഗപ്പെട്ടത് കേട്ടോ. അതിനാണ് പറയുന്നത്. ആരുണ്ടായിട്ടും ആരും കാര്യമില്ല. അടുത്ത വർഷം ഞാൻ ഡ്രൈവിംഗ് പഠിച്ച് അല്ലെങ്കിൽ അപ്പുറത്ത് എൻ്റെ ഭർത്താവിനെ ഇരുത്തി ഇപ്പുറത്ത് ഞാൻ വണ്ടിയും കൊണ്ട് പോകുന്നതായിരിക്കും. ഉറപ്പാണ്. ഈ വീഡിയോ കാണുന്നതായിരിക്കും ആള്, നിങ്ങൾ ഉദ്ദേശിച്ച ആള്. ഞങ്ങൾ ഇങ്ങോട്ട് എത്തുമ്പോഴേക്കും ഒരാൾക്ക് പനിയായി, തലചിറ്റലായി. വീഡിയോ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നട റോട്ടിൽ ഞങ്ങൾ നിർത്തി ഗൈസ് കുറേ നേരം. ഭയങ്കര കഷ്ടമല്ലേ അതൊക്കെ. അങ്ങനെ ചെയ്യാൻ പാടുമോ? ചെയ്യരുത്, തെറ്റല്ലേ? ഓക്കെ, നമുക്കിനി പോകുന്ന വഴി കാണാം. അവിടെയൊക്കെ ചെറിയ കുഞ്ഞു റോഡാണ്. ഓക്കെ, നിനക്ക് എന്താ പറയാനുള്ളത്? രേണുവിന് ഇപ്പോൾ അവിടെ എത്തുന്നതിൻ്റെ സന്തോഷമാണ്. ഞങ്ങൾ ഈശയ്ക്ക് പോകുമ്പോൾ ഫുഡ് കഴിക്കാൻ ഫുഡ് ഈശാ യോഗി എന്താ രേണുമ? ഈശാ യോഗി ആദിയോഗി അല്ലേ? സ്റ്റാച്ചു. അതോ അവിടെയാണ് സ്റ്റാച്ചു കേട്ടോ. നല്ല തിരക്കുണ്ട് മക്കളെ ഇവിടെ. ഉള്ളിലോട്ട് വരണം കേട്ടോ. പക്ഷേ നല്ല രസമല്ലേ കാണാൻ? മഴ വേറെ ഇങ്ങനെ സാറിലടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല മഴ മക്കളെ. ഞങ്ങൾ വന്ന സമയം പക്ഷേ നല്ല മഴ. അതാ പോന്നു രേണു. കാണുന്നുണ്ടോ? കണ്ടോ? ആവാരം പോവും. ഇതാണ് ആവാരം പോവും. മഴയത്താണ് മക്കളെ നടക്കുന്നത്. ഇതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം അടുത്തെത്തി. പക്ഷെ നല്ല മഴ നന്നായിട്ട് ഷാറിലടിക്കുന്നുണ്ട്.
കാണുന്നുണ്ടോ? അവരെന്ത് ചെയ്യും? അവരതോ എന്നെ വിട്ട് രേണുവിനെ ഇവിടെയൊക്കെ കണ്ടപ്പോൾ എന്നെ വേണ്ട. നല്ല തിരക്ക്, നല്ല മഴ. കണ്ടു അവരെന്തേ? അയ്യോ, രേണുവിനെ കാണാനില്ല മക്കളെ. എവിടെ പോയി? പോയി രേണു. ഇവിടെ എന്താണെന്ന് അറിയില്ല, നമ്മൾ വരുന്നേ ഉള്ളൂ. നല്ല തിരക്കുണ്ട് മക്കളെ, നല്ല രസമൊക്കെ ഉണ്ട്. കണ്ടോ ഇതിൻ്റെ അകത്ത്? ഇതാട്ടോ, അത് തീർത്ഥമാണ്, തീർത്ഥം. അതിൻ്റെ അകത്ത് പോയിട്ട് അഭിഷേകം ചെയ്യാനാ. ഇതാ നമ്മളിപ്പോൾ ഇവിടുന്ന് വേറെ എവിടേക്കാണ് പോണ്? ഇതൊക്കെയാണ് ഇവിടുത്തെ സംഭവങ്ങൾ. മാട്ടുവണ്ടിയിൽ പോകാൻ പോകണം നമ്മളിപ്പോൾ. ഇതാണ്ടോ, ഇതാ അതേപോലെ വരും. ഓക്കെ, നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. ഇത് ബാക്ക് സൈഡ്. അപ്പോൾ നമ്മളിതിൽ പോകും. രേണു ടിക്കറ്റിന് നിൽക്കുന്നു. ചേട്ടാ ഒരു മിനിറ്റ്. സഞ്ജീനെ കാണില്ല. സഞ്ജയ് നിറയെ ബസ്സുകളുണ്ട് കേട്ടോ. എനിക്ക് ബസ് നിങ്ങളെയൊക്കെ എടുക്കും കേട്ടോ. അതാണ് സംഭവം. നടക്കാം. ഇതുകൊണ്ട് മറ്റേ വണ്ടി എന്താ സംഭവം? മറ്റേതെന്താ സംഭവം? ഇത് ഉള്ളിൽ വന്നിട്ട് സദ്ഗുരു പ്രതിഷ്ഠിച്ച ദേവാലയങ്ങളുണ്ട്. ഇതിപ്പോ എവിടെ വരെ? കാണാനില്ല. ചുറ്റി നമ്മൾ പോകുന്നുണ്ട്. ബസ്സുണ്ട് അതിൻ്റെ ഉള്ളിലോട്ട്. ബസ് വരുന്നുണ്ട്. ഈശോയ്ക്ക് തനിയെ ബസ് വിട്ടിട്ടുണ്ട് കേട്ടോ. എപ്പോഴും ഉണ്ട്. എനിക്ക് ബസ് ഗാന്ധിപുരത്തിനുണ്ട്. ഇവിടെ വയസ്സാണ് വേണ്ട. യൂട്യൂബിൽ വരുന്നു. നീ കവലപ്പെടാണ്. നീ ഒന്ന് നടക്ക് നോക്കട്ടെ. ഇവിടെ എന്താ സംഭവം? മീനും കൂടി നോക്ക്. അപ്പോൾ വരുമ്പോൾ നടക്കുന്ന പറയണേ. എങ്ങനെ നടക്കുന്ന അവൻ പറയണമെന്ന് എനിക്കറിയത്തില്ലാണ്. ഇതാണ് മാട്ടുവണ്ടി. കണ്ടാ ഇതാണ് നമ്മൾ പോകുന്നത്.
ഇവിടെ എത്തി. നമ്മളിവിടെ ചുറ്റിക്കാണാൻ പോകാൻ കേട്ടോ. ഇവിടെ നല്ല തിരക്കുണ്ട്, നല്ല തിരക്കുന്നുണ്ട്, നല്ല തിരക്ക്. നല്ല തിരക്കുണ്ട്. രേണു എന്നെ വിട്ടിട്ട് പോവല്ലേ. രേണുവിനോട് വന്നപ്പോൾ പിന്നെ ഞാനും വേണ്ട ഒന്നും വേണ്ട. ഡി മൊബൈൽസ് നോട്ട് അലൗഡ്. മൊബൈൽ വെച്ചിട്ട് പോകണം. ആ ബാഗ് കൊണ്ടുപോകാൻ പാടില്ല. കൊണ്ടുപോകാൻ പാടില്ല എന്ന് തോന്നുന്നു, അറിയില്ല കേട്ടാ. അപ്പം ഇനി ഞാൻ മൊബൈലോട് കൊടുത്തിട്ട് പോട്ടെ, പിന്നെ കാണാം. അതിൻ്റെ അകത്തോട്ട് നമ്മളിതിൻ്റെ ഉള്ളിലോട്ടാണ് കേട്ടോ ഒരുപാട് കാര്യങ്ങൾ. പക്ഷെ ഇതിൻ്റെ ഉള്ളിലോട്ടില്ലേ വീഡിയോ അലൗഡ് അല്ല, മൊബൈൽ അലൗഡ് അല്ല. അതിൻ്റെ ഉള്ളിലാണ് നമ്മളുടെ മറ്റേ എന്താ പറയുക നാനത്തിൻ്റെ അത്, പിന്നെ വന്നിട്ട് നമ്മൾ നയൻതാരയുടെ ഒരു സോങ് എത്തില്ലേ, ഞാൻ അത് പറ്റിയത് കൂടെ ആഡ് ചെയ്യാം. ആ ഒരു ഇതൊക്കെ ഉള്ളത് ഇതിൻ്റെ അകത്ത് കൂടെ പോയാണ്. പക്ഷെ അങ്ങോട്ട് മൊബൈൽ നോട്ട് അലൗഡ്. കണ്ട അവിടെ എഴുതിയിട്ടുണ്ടല്ലേ, അതാ നിൽക്കണോ അവരവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഭയങ്കര തിരക്കിട്ട്, അന്ന് സൺഡേ കൂടെ അല്ലേ, അതുകൊണ്ട് ഭയങ്കര തിരക്ക്. എൻട്രൻസ് കയറി വരുന്ന സമയത്ത് ഇവിടെ ഒരു സ്റ്റാച്ചു പോലെ ഉണ്ട് കേട്ടോ ശിവൻ്റെ. ഇവിടെ അവിടെ രേണു ഉണ്ടായിരുന്നല്ലോ, ഇവിടെ ഇതാ നിൽക്കുന്നുണ്ട്. ഇവിടെ സ്റ്റാച്ചു ഉണ്ടോ. ഇവിടുന്ന് അതേപോലെ നമ്മൾ ഈ വണ്ടിയിൽ അങ്ങനെ പോകണം. ഫുഡ് കഴിക്കണം. ഫുഡ് എന്താ സംഭവം? എൻ്റെ അമ്മയെ എന്ത് തിരക്കാണെന്ന് അറിയാം. ഇവിടെയാണ് ബാഗ് ഫോണൊക്കെ വെക്കുന്നത് കേട്ടോ. സമാധാനമാണ്. ബസ്സിൻ്റെ നമുക്ക് നേരെ ഉപ്പടത്ത് പോയി ഇറങ്ങാം, അല്ലെങ്കിൽ ഗാന്ധി ബസ് പോയി ഇറങ്ങാം. അതല്ലോ ഗാന്ധി ചെടി വാങ്ങിച്ചു അവിടെ നട്ടാം. വരുമ്പോൾ മഴയൊക്കെ പോകുമ്പോഴേക്കും മഴയൊക്കെ പോയി കഴിഞ്ഞു. അതുക്കൊള്ളപ്പോൾ ഒരു ഫോട്ടോ എടുത്താൽ തലവേദന കണ്ടേ അവിടെ തന്നെ ഇരിക്കാൻ. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ മഴ വരുന്നുണ്ട്. പെയ്ത് പോട്ടെ പെയ്ത് പോട്ടെ. പക്ഷെ ഇങ്ങോട്ട് മഴ പാറുന്നു. എന്താ സംഭവം? ഇവിടെ എന്താണ്? ഇവിടെ ഫുഡ് കോർട്ട് ഉണ്ട് കേട്ടോ.
ದೀಪಾವಳಿಗೆ ಲೀವ್ ആൾക്കാർ പോകുന്നുണ്ട് ശരി ഒന്നും പ്രശ്നമില്ല നമ്മളെല്ലാം ഉള്ളിൽ പോയി ചുറ്റി കണ്ടിട്ട് വന്നു നമ്മൾ ഇറങ്ങാൻ പോണു. തിരിച്ചിട്ട് സ്റ്റാച്ചുവിൻ്റെ അടുത്ത് തന്നെ വന്നു. ആദിയോഗിയുടെ സ്റ്റാച്ചുവിൻ്റെ അടുത്തെത്തി. നമ്മൾ ഇറങ്ങാൻ പോണു. ഇവിടെ നല്ല തിരക്ക്, മഴ. എന്താ അങ്ങനെ നമ്മൾ അവിടെയൊക്കെ പോയി എല്ലാം തൊഴുത് കണ്ടിട്ട് വന്നിട്ട്. അതാണ്ടോ ഒരു റൗണ്ട് എന്നെ മാത്രം കൊണ്ടുപോകുന്നു എനിക്കറിയില്ല. അപ്പോൾ ഭയങ്കര തിരക്ക്. മീനോ കൈ പിടിച്ചോ വേണോ? എന്താ തിരക്കാണ് ഭയായി. അവിടെ നോക്കും വേഗം. അവൾക്ക് എവിടെ കിട്ടിക്കഴിഞ്ഞാൽ അവൾ ഓടോടും. അവിടെ നോക്കില്ലോളൂ. വേണു കാണുന്നില്ല. അന്ന് ഇടാൻ പറ്റില്ല കുട്ടി. വെറുതെ സംസാരിക്കാൻ പറ്റില്ല. എന്ത് എവിടേക്കാണ് ഇനി? അങ്ങോട്ട് പോവോ? നോക്കി പോ, വീഴണ്ട. എന്ത് എന്താ അത്? ഇൻഫർമേഷൻ ഉണ്ട്. ഒക്കെ തൊഴുതിട്ടിപ്പ സമയത്ത് രേണു അതാ പറഞ്ഞു. ഇതിൻ്റെ ഉള്ളിലാണ് ഞാൻ ചെറുതായിട്ട് എടുത്തത്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ അത്ര അലൗഡ് അല്ല മൊബൈൽ. കുറച്ച് കഴിഞ്ഞാൽ ലൈറ്റ് സെറ്റിംഗ് വിട്ടെടുത്തോണ്ട് എന്തോ ജനം നോക്കും മക്കളെ. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഇന്നെന്താ ഡേറ്റ്? എന്താണ്? 18-ാം തീയതിയാ? അന്ന് 18ആണ്. ഇന്ന് ഇവിടെ എന്താ തിരക്ക് എന്നറിയോ? ഈഷ് ഭയങ്കര തിരക്ക്. തിരക്കെന്ന് പറഞ്ഞാലും പോലെ നല്ല തിരക്ക്. ലൈറ്റ് ഷോ ഉണ്ട്, അതിനാണ് ഇത്ര തിരക്ക്. അതെ, ലൈവ് ഷോ വന്നിട്ട് 7 മണിക്കാണ്. ഇപ്പോഴേ ആൾക്കാർ സ്ഥലം പിടിക്കാൻ തുടങ്ങിയതുണ്ടോ? ഈ കാണുമ്പൊക്കെ ഈ ലൈവ് ഷോ 7 മണിക്ക് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ അതിനാണ് വരുന്നത് ആൾക്കാർ അധികം. ആൾക്കാർ ഇരിക്കും, നോക്കിയോ. അത് കുറേ നേരം ഉണ്ടാവുമല്ലോ. അപ്പം പിന്നെ ഇവിടെ ഇരിക്കാം. ഇരിക്കാം നിൽക്ക്. അത് ഉള്ളിലാണ് ഫുള്ള സെറ്റിങ്. ഇത് വന്നിട്ട് ശിവലിംഗം ഉണ്ട് അവിടെ. ലിംഗമാണ് അവിടെ. നമ്മളിപ്പോൾ രാവിലെ വന്നതും തൊഴുതു. തൊഴുതിട്ടാണ് നമ്മൾ അകത്തോട്ട് പോയത്. ആരുമില്ലാത്ത സമയം പറഞ്ഞൊരു സമയം ഇവിടെ ഇല്ല കേട്ടോ. എന്നും ഉണ്ടാവും ആൾക്കാർ. ഇപ്പം ലീവൊക്കെ വെക്കേഷൻ ആയതുകൊണ്ട് നല്ല തിരക്കാണ്. അതെ, ഭയങ്കര റഷാണ് കേട്ടോ. കണ്ടോളൂ, നല്ല തിരക്കുണ്ട്. ഉള്ള സ്ഥലം